ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് അയല വറ്റിച്ചെടുക്കാം. അപ്പം അതിനായിട്ട് കുറച്ച് ചുവന്നുള്ളി, അതുപോലെ തന്നെ 2 തക്കാളി, കറിവേപ്പിൻ്റെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ തക്കാളി നന്നായിട്ട് മിക്സിയിലിട്ട് ജാറിലിട്ട് നല്ല അടിച്ചെടുക്കുക. പുളി നന്നായിട്ട് കുതിർത്ത് വെക്കുക. പിന്നെ അത് നമ്മൾ ചട്ടി വെക്കുക. അതിലോട്ട് നമ്മൾ എന്താ പറയുക, ചുവന്നുള്ളി ഒന്ന് ചതുക്കി കൊടുക്കണം. മിക്സിയിലിട്ടൊന്ന് അടിച്ചാലും മതി. നമ്മളടുത്ത് വലിയ ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ നമ്മൾ ഇത് ചുവന്നുള്ളി ചതുക്കുന്ന സമയത്ത് കൂടെ ഇട്ടുകൊണ്ട് ചതുക്കി എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞിട്ടതിട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലോട്ട് കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി സെറ്റായി വരുമ്പോൾ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള തക്കാളി നന്നായിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്കതിലോട്ട് 2 സ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ മസാല നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ലേശം എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം, കൂടുതലായി പോകരുത്. നമുക്ക് മസാലയൊക്കെ നല്ല വെന്തതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി കുറുങ്ങനുള്ളത് ലേശം ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വെള്ളത്തിൻ്റെ അളവ്. അപ്പം ഇത്തിരി കുറവുണ്ട്. അപ്പോൾ ലേശം കൂടെ ഒഴിച്ച് കൂടുതൽ വെള്ളമാക്കി എടുത്താൽ നമുക്കത് വറ്റിക്കാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ആക്കുക. അത് നല്ല തിളച്ചതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള അയലിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് പതച്ച് വരുമ്പോൾ നമ്മളൊന്ന് കുറച്ച് നേരം സിമ്മിലിട്ടുകൊണ്ട് അടച്ച് വെച്ച് വേവിക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ അത്. അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കത് തൂമിച്ചിട്ടെടുക്കാം. അതിനായിട്ട് ചുവന്നുള്ളി, കറിവേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ എന്താ പറയുക, ഉലുവ ഇട്ടുകൊണ്ടാണ് നമുക്ക് തൂമിച്ചെടുക്കേണ്ടത്. തൂമിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരാണ്ട് ചോറിന് വേറെ ഒന്നും വേണ്ടത് തന്നെ ധാരാളം വയറ് നിറച്ച് ചോറുണ്ടെന്ന് കഴിയും. അപ്പം നമ്മളെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുക വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വരുന്നത്. എല്ലാവർക്കും ബൈ.